ഗുഡ് മോർണിംഗ്, വെൽക്കം ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. അപ്പോൾ നമ്മുടെ യാത്രയുടെ 12ാം ദിവസമാണ് ഇന്ന്. നമ്മൾ കത്വ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തു. അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. 7 മണിയെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ 8 മണിയായി. ഒരു 7 hour 290 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത് ശ്രീനഗറിലേക്ക്, ദാൽ ലേക്കിൻ്റെ അടുത്തേക്ക്. അപ്പോൾ പെട്ടെന്ന് പുറപ്പെടാണ്. 8:10 അപ്പോൾ നേരത്തെ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ദാൽ ലേക്കിൽ നിന്ന് പോയിട്ട് നേരെ ഹൗസ് ബോട്ടിൽ കയറാമെന്നാണ് പ്ലാൻ. പിന്നെ വഴിയിൽ ചിലപ്പോൾ ബ്ലോക്കൊക്കെ കിട്ടുകയാണെങ്കിൽ 8-9 മണിക്കൂർ ആവാം എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ നമുക്ക് സിം എടുക്കണം, കാരണം നമ്മുടെ ഫോൺസൊക്കെ കട്ടാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് എത്താനായിട്ട്. അങ്ങനെ ഹെയർ പിൻസൊക്കെ തുടങ്ങുമല്ലോ, അപ്പോൾ നമുക്ക് ആ സീനിക്കായിട്ടുള്ള വഴികളൊക്കെ കണ്ട് പോവാം. അപ്പോൾ നമ്മളൊരു 8:45 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫുഡ് കമ്മിറ്റി നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ ബ്രെഡും ന്യൂട്ടലിയാണ്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് കഴിക്കേണ്ട കാര്യം ഗുളിക കഴിക്കണം. കാരണം നമ്മൾ 2 ദിവസത്തിൽ ലേയിലെത്തുമല്ലോ. അപ്പോൾ ഈ സംഭവം ഡയമോക്സ് 250 ഇത് നമുക്ക് അക്യൂട്ട് മൗണ്ടൻ സിക്നസ് വരാതിരിക്കാനായിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അവരും പറഞ്ഞിട്ടുണ്ടല്ല, ലഡാക്കിൻ്റെ അഡ്വൈസറിയിലും ഉണ്ട് അങ്ങനെ തന്നെ. അപ്പോൾ നമുക്ക് ഇന്നോട്ട് കഴിച്ചു തുടങ്ങാം. അപ്പോൾ പിടിക്കൂ, നോക്കാനല്ല, പിടിക്ക്, എന്നിട്ട് കഴിച്ചോ, 2 കഴിച്ചോ, എന്നിട്ട് ഞങ്ങൾക്ക് തന്നോ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഡാക്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പറഞ്ഞ പോലെ പുഴകൾ ഇങ്ങനെ വരണ്ട് കിടക്കുകയാണെങ്കിലും അത്യാവശ്യം പച്ചപ്പുണ്ട്. പിന്നതാ നീലമലകൾ ഇങ്ങനെ കണ്ടു തുടങ്ങി. കാശ്മീരിലേക്ക് നമ്മളിങ്ങനെ എത്തുകയാണെന്നാലേക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഇത്ര ദിവസം 45 ഡിഗ്രിയിലൊക്കെ അല്ലായിരുന്നു അതിന് തണുപ്പിലേക്കുള്ള യാത്ര. എയിംസ് ഇവിടെ ഉണ്ട്. വിജയപൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കത്വയിൽ. ഇപ്പോൾ നമ്മൾ 1 hour ഓടി. വമ്പൻ റോഡ് പണികളൊക്കെ നടക്കുന്നുണ്ട്, വലിയ പ്രോജക്ട്സ് ആണ്. അപ്പോൾ ഡയമോക്സ് അമ്മയ്ക്ക് തീരെ പറ്റിയില്ല. നോസിയ, ഹെഡേക്ക്, കൈതിരിപ്പ് എല്ലാം അമ്മയ്ക്കുണ്ട്. അപ്പോൾ ആ മരുന്നിന് എല്ലാ സൈഡ് എഫക്റ്റ് അമ്മയ്ക്കുണ്ട്. ഞങ്ങൾക്ക് കുഴപ്പമില്ല. അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം ATM കണ്ടുപിടിക്കലാണ്. നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഓൺലൈൻ പേയ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ATM വേണം. അങ്ങനെ ജമ്മു ടൗൺ എത്തുന്നേക്കാളും മുന്നേ ഒരു ATM കിട്ടി, SBI ATM കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് കാശ് എടുക്കാം, പറ്റണ ലിമിറ്റിൻ്റെ മാക്സിമം എടുക്കാം. NH44 വലിയ പ്രോജക്റ്റുകളാണ് നടക്കുന്നത്. ശരിക്കും റോഡ് ഒരു എലവേറ്റഡ് ഹൈവേ ആയിട്ട് മൊത്തത്തിൽ നല്ല വിഡ്ത്തിലാണ് പണിയണത്. ഒരു 6 ലൈനൊക്കെ ആവും ചിലപ്പോൾ അത് കഴിയുമ്പോൾ. ഒരു 4000 കോടിയുടെ പ്രോജക്ട്സ് അത്രേ ഈ കത്വ ശ്രീനഗർ കോറിഡോറിൽ തന്നെ നടക്കുന്നത്. ഒരുപാട് ടണലുകളും വരുന്നുണ്ട് പുതിയതായിട്ട്. അപ്പോൾ ശരിക്കും റണ്ണിങ് ടൈം നന്നായിട്ട് കുറയും. മാസീവ് പ്രോജക്ട്സ്, റണ്ണിങ് ടൈമും കുറയും. പിന്നെ അതുപോലെ ഓൾ വെതർ ട്രാവലും ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനിയാവുമ്പോൾ. ഈ മണ്ണിടിച്ചിലൊക്കെ കാരണം ഇവിടെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ ടണലൊക്കെ വരുമ്പോൾ ഭയങ്കര നന്നാവും. ടഫ് റോഡ്സ് തുടങ്ങി. മണ്ണിടിഞ്ഞ് കിടക്കണം. അപ്പോൾ നിർത്തിയിട്ട് മഴ പെയ്താൽ ഒഴുകി വരുന്നു. റോഡ് ഇടയ്ക്കൊക്കെ മോശമാണെങ്കിലും ഇങ്ങനെ പച്ചപ്പും മൗണ്ടൻസൊക്കെ കാണുമ്പോൾ വിഷമം തോന്നില്ല. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. ഈ പാച്ചൊക്കെ ഇപ്പോൾ ഫ്രഷ്ലി മേടാൻ തോന്നുന്നു റോഡ്. മീഡിയനൊക്കെ ചെറിയ ചെടികളാണ്, സൈഡൊക്കെ ഇടിച്ച് അങ്ങനെ ഭംഗിയാക്കിയിട്ടുണ്ട്. അടുത്ത പണി കഴിഞ്ഞു എന്നാ തോന്നണത്. ഈ ജംബു സൂ നോർത്ത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സൂ ആണ്. 2023 തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ പുലിയും സിംഹവും എല്ലാം ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുന്ന സ്ഥലമാണ് അത്രേ. ഇവിടെ നിന്ന് ജമ്മുവിലേക്ക് ഇനി 9 കിലോമീറ്ററേ ഉള്ളൂ. നഗരോട്ട ബൈപ്പാസിന്റെ പണിയാണ് ഈ നടക്കുന്നത്. എല്ലാം കൊണ്ടും കാശ്മീരിന്റെ ഒരു അവസ്ഥ ശരിക്കും മാറുന്നുണ്ട്. ഈ കേന്ദ്രഭരണ പ്രദേശം ആക്കിയതിന് ശേഷമായിരിക്കാം കൂടുതൽ ഫണ്ട് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ടൂറിസം വളരെ ഡെവലപ്ഡ് ആവും. ട്രാവലേഴ്സിന് വളരെ നല്ലതാണ് റോഡും പാലങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ വികസനം ഇങ്ങനെ ഗുജറാത്തിലേക്ക് പോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ വികസനം ഇവിടെയും എത്തി. പക്ഷെ നമ്മുടെ ഈ ശിവാലിക് മേഖലയിൽ ഇങ്ങനെ വല്ലാണ്ട് ഇടിച്ചും കുത്തിയൊക്കെ ചെയ്യുമ്പോൾ പരിസ്ഥിതിക്ക് എങ്ങനെയാണ് അതിന് ദോഷമാവണേന്നുള്ളതൊക്കെ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. ഒന്നും ആലോചിക്കാണ്ട് ചെയ്യാൻ വഴിയില്ലല്ലോ എന്ന് പ്രതീക്ഷിക്കാം.
ബൻ ടോൾ പ്ലാസ. ഇതാ തേങ്ങാപ്പൂളൊക്കെയാണ് ഇവിടെ വിൽക്കണേ. ആൾക്കാർ വളരെ ആവേശത്തോടെ വാങ്ങി കഴിക്കുന്നുണ്ട്. വെടിക്കെട്ടുകാരൻ്റെ പട്ടീനെ ഉടുക്ക് കൂട്ടി പേടിപ്പിക്കാന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് വന്ന നമ്മളോടാണ് കളി. വെടിക്കെട്ടുകാരൻ്റെ പട്ടീനെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കുക എന്നൊരു പ്രയോഗമുണ്ട്. വെടിക്കെട്ടുകാരൻ്റെ കുട്ടീനെ ഉടുപ്പ് കെട്ടി ഉടുപ്പ് കാട്ടി പേടിപ്പിക്കുക. ഉടുപ്പ് കെട്ടി പേടിപ്പിക്കുക. അപ്പോ മലയൊക്കെ ഇടിച്ച് നന്നായിട്ട് ഈ ഭാഗത്ത് നന്നായിട്ട് റോഡായിട്ടുണ്ട്. BRO ആയിട്ട് പോക്കുന്നൊക്കെ ബോർഡ് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. കാര്യങ്ങൾ കുറച്ചൊക്കെ ഭംഗിയായിട്ട് നടക്കും. ഈ മേഖല ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, നന്ദിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇത് പ്രിസർവ് ചെയ്തുകൊണ്ട് ഉള്ളിൽ കൂടെ ടണൽ ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ വന്യമൃഗങ്ങൾക്ക് നമ്മുടെ ശല്യം ഇല്ലാണ്ടിരിക്കാൻ. ശരിക്കും നമ്മളാണല്ലോ അവരുടെ വഴികളിലേക്കും അവരുടെ സ്ഥലത്തേക്കൊക്കെ അതിക്രമിച്ച് കയറുന്നത്. ഈ സാങ്ച്വറിയിലേക്കും ജമ്മുവിൽ നിന്നൊരു 3/4 മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള സ്ഥലമാണ് ഇതെന്ന് പറയാം. ഇവിടുത്തെ ട്രക്കിങ്ങൊക്കെ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി വളരെ ഇങ്ങനെ കാടും മലയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണം. റഗ്ഗഡായിട്ടുള്ള ഒരു ടെറൈനാണ്. 34 സ്ക്വയർ കിലോമീറ്ററുള്ള ഏരിയ ആണിത്. ഇവിടെ ഇല്ലാത്ത മൃഗങ്ങളും പക്ഷികളും ഇല്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ 2-3 ടണലുകൾ പോകുന്നുണ്ട്. നന്നായിട്ട് നല്ല സ്റ്റൈലായിട്ട് പണിത് മൃഗങ്ങൾക്ക് ഒരു ശല്യം ഇല്ലാണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ചെറുതും വലുതായിട്ട് കുറേ ടണലുകൾ ഈ ഹൈവേയിലുണ്ട്. ഇനി ധാരാളമായിട്ട് പണിയുന്നുണ്ടെന്നാണ് കേട്ടത്. പിന്നെ NH44 നമ്മൾ കണ്ട വേറൊരു കാര്യം ട്രക്കുകൾ ഇങ്ങനെ പിടിച്ചിടലാണ്. നമ്മൾ കത്വേന്ന് തൊട്ട് ഇന്നലെ രാത്രി തൊട്ട് കണ്ടതാണ്. കുറച്ച് നേരം ബ്ലോക്കായപ്പോൾ സംഭവം ഇതായിരുന്നല്ലോ. അപ്പോൾ ഈ ലോറികളെയും ട്രക്കുകൾ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റിയിട്ട് കാര്യം പറയുമ്പോൾ ഒരു ലൈൻ അങ്ങനെ പോയി. എന്നാലും നമുക്ക് കാറുകൾക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയായിരിക്കാം നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ. പക്ഷേ ലോറിക്കാർ കാര്യം എന്തായാലും കട്ടപ്പുകയാണ്. ഇങ്ങനെ കാത്തു കെട്ടി എത്ര ദിവസം എത്ര മണിക്കൂർ എടുക്കേണ്ടി വരാമോ. മറ്റേ ലൈനിലും അങ്ങനെ തന്നെ കാണുന്നുണ്ട്. ചിലപ്പോൾ മിഡ്നൈറ്റൊക്കെ കഴിഞ്ഞിട്ടാവും ഇവർക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇങ്ങനെ ഒരു ട്രാഫിക് റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് സ്മൂത്തായിട്ട് പോകണത്. ഇപ്പോൾ കിലോമീറ്ററോളം ഇങ്ങനെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ എലിവേറ്റഡ് ഹൈവേയും 6 ലൈനൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ മാറ്റം വരും. കർത്താൽ കൽക്കി എന്നാണ് ബോർഡ് കണ്ടത്. ചെറിയൊരു ടൗൺ ആണ്. ഇങ്ങനെ വലിയ സിറ്റികളൊന്നും ഇവിടെ ഇങ്ങനെ കണ്ടില്ല. ജമ്മു ആയിട്ടാണ് ഒരു മെയിൻ സിറ്റി. പിന്നെ ഇങ്ങനെ മലകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ചെറിയ ടൗൺസൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. ഒരു ഇതാ കാണുന്ന പോലെ ലോങ് ഷോട്ടിൽ നമ്മളിങ്ങനെ അത് ഹൈ റേഞ്ചിലെ പ്രത്യേകതയാണല്ലോ മൗണ്ടനസ് റീജിയനിലൊക്കെ. അത് ഭയങ്കര രസമാണ്. നൈറ്റ് വ്യൂ കാണാനും അതിൻ്റെ രസമായിരിക്കും. ഇതിപ്പോൾ കിലോമീറ്ററുകളായി നമ്മൾ ഈ ലോറികൾ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നത് കണ്ടു തുടങ്ങിയിട്ട്. അത് കാരണം റോഡ് ബ്ലോക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് അത്യാവശ്യം നന്നായി പോകാൻ പറ്റുന്നുണ്ട്. ലോറികളുടെ അവസ്ഥയാണ് ഇത്. മുകളിലത്തെ ലൈനിലും കാണാം അങ്ങോട്ട് കാത്തു കിടക്കുക എന്ന് പറയാൻ പറ്റില്ല, അവർ ഒതുക്കിയേക്കാണ്. ഇതാണ് ശരിക്കും സൈഡ് ലൈൻ എന്ന് പറയുന്ന അവസ്ഥ. ഇത് ഉധംപൂർ എത്തി. ഉധംപൂർ വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ആർമിയുടെ നോർത്തേൺ കമാൻഡിൻ്റെ ആസ്ഥാനം ഇവിടെയാണ്. ജമ്മുവിലെ 2nd ലാർജസ്റ്റ് നഗരമാണ്. മാത്രമല്ല അമർനാഥ് യാത്രയുടെ മെയിൻ ഹബ്ബാണിത്, ട്രാൻസിറ്റ് ഹബ്ബ്. ഇനി നമുക്ക് പട്നി ടോപ്പ്, ദോദ്ദ, റംബാൻ എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലങ്ങൾ നമ്മുടെ എൻ റൂട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു 5 മണിക്കൂറും കൂടി കാണിക്കുന്നുണ്ട് ശ്രീനഗറിലേക്ക്. ഇപ്പോൾ പോകണോടത്തോളം പോട്ടേന്ന് വെച്ച് വിശപ്പ് സഹിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇനി അധികം ദൂരം പോകാൻ പറ്റില്ല, എന്തെങ്കിലും കഴിക്കണം. റോഡ് മിക്കവാറും നല്ലതാണ്. ഇടയ്ക്ക് ഇങ്ങനെ സൈഡൊക്കെ ഇടിച്ച് മലയൊക്കെ ഇടിച്ച് ഭയങ്കരമായ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എത്രയും പെട്ടെന്ന് ഒരു ഭക്ഷണ സ്ഥലം കണ്ടുപിടിക്കണം. ഇനി കാണുന്ന സ്ഥലത്ത് നിർത്താം. വമ്പൻ ഹോട്ടലുകളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. നോക്കിയപ്പോൾ ജസ്റ്റ് ഒരു തട്ടുകട. മാഗി നൂഡിൽസ് ആണല്ലോ മെയിൻ ഇങ്ങനെ മലകളിൽ വരുമ്പോൾ. പിന്നെ ഓംലെറ്റും. മല കണ്ടപ്പോഴേക്കും നൂഡിൽസ് വേണം അല്ലേ. മാഗി അതിൽ ഡയമോക്സ് എനിക്ക് തീരെ പറ്റിയില്ല. എന്തായാലും കുറച്ച് റെസ്റ്റ് ഒത്തിരി ഭേദമുണ്ട്. ഇനി എന്തായാലും ഇത് കഴിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെനാനി എന്നുള്ള സ്ഥലമാണ്. ചെനാനി ടോൾ റോഡ് സ്റ്റാർട്ട്സ്. നമ്മുടെ പട്നി ടോപ്പ് എന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള 6000 അടി ഉയരമുള്ള ഒരു ഹിൽ സ്റ്റേഷനെ ബൈപ്പാസ് ചെയ്തിട്ട് ടണൽ നിർമ്മിച്ചേക്കാണ്. ടണലിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ടോളാണിത്. ഇതിൻ്റെ പ്രത്യേകത ഇത് ഇന്ത്യസ് ലോങ്കസ്റ്റ് റൂട്ട് ടണലാണ് ഈ ഹിൽ ഏരിയയിൽ ആൻഡ് മോസ്റ്റ് ടെക്നിക്കലി അഡ്വാൻസ്ഡ്. ഇത് പേര് ഇട്ടിരിക്കുന്നത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നാണ്. ഇദ്ദേഹം ഇന്ത്യയുടെ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ഇൻഡസ്ട്രി മിനിസ്റ്റർ ആയിരുന്നു. പിന്നെ നെഹ്റുവുമായിട്ട് തെറ്റി കോൺഗ്രസിൻ്റെ ഐഡിയോളജിയെ തെറ്റിയിട്ട് ജനസംഘം സ്ഥാപിച്ച ആളാണ്. അപ്പോൾ BJP RSSൻ്റെ ഒക്കെ ഫൗണ്ടിങ് ഫാദർ എന്ന് പറയാവുന്ന പുള്ളിയുടെ പേരിലാണ് ഈ 9.3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണൽ വെച്ചിരിക്കുന്നത്. ഇനിയും ടണലുകളുടെ ഒരു ഘോഷയാത്രയാണ്.
പാന്തിയാൽ ടണൽ അതൊക്കെ പുതിയതാണ്. ഈ ടണലുകൾ നമ്മുടെ ട്രാവൽ ടൈം ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ആ ചെനാനി ടണൽ നമുക്ക് 2 മണിക്കൂർ ട്രാവൽ ടൈം നമ്മുടെ സേവ് ചെയ്തിട്ടുണ്ട് ഇത് വന്നതിന് ശേഷം. പക്ഷേ നമുക്ക് ഇത്ര സീനിക്കായിട്ടുള്ള സ്ഥലങ്ങളുടെ കാഴ്ചയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അത് ട്രാവലേഴ്സിൻ്റെ ഒരു സെറ്റ് ബാക്കാണ്. പക്ഷേ റോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നാണല്ലോ. പിന്നെ അതുപോലെ വിൻ്റർ സീസണിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ ഇത് ഓൾ സീസണാണ്. നമ്മുടെ ചെനാബ് നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. വെള്ളം കുറവാണെങ്കിലും നല്ല ക്ലിയർ ആണ്. ഇനിയും ടണൽ ഇവിടെ ആട്ടിൻകൂട്ടങ്ങൾ, ചെമ്മരിയാടും കോലാടും ഒക്കെയുള്ള ആട്ടിൻകൂട്ടങ്ങളും ഉണ്ട്. ഇത് വഴിനീളം ഇങ്ങനെ ധാരാളം കണ്ടു ആടുകളെ. പോലീസൊക്കെ ഉണ്ടല്ലോ. അത് വേറെ എന്താണ് പാകിസ്ഥാൻകാരെ പോലെ വണ്ടിയിലിരിക്കുന്ന ആൾക്കാര്. അങ്ങനെ റംബാൻ മേഖലയിലേക്ക് എത്തി. NH44 റംബാൻ മേഖല സ്ഥിരമായിട്ട് ഇങ്ങനെ ട്രാഫിക് ബ്ലോക്കും മണ്ണിടിച്ചിലൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതിന് ഇതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 2 വലിയ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കുന്നത്. ഇതൊരു മാസത്തിൻ്റെ ഉള്ളിലൊക്കെ തുറന്നു കൊടുക്കുന്നതാണ് അറിഞ്ഞത്. പഞ്ചാബി ഗുജറാത്തി മീൽസൊക്കെ കഴിച്ച ഇത് മാറാൻ, വായക്കൊന്ന് ചൊടി വരാനായിട്ട് ഇടിയിറച്ചി എടുത്ത് കഴിക്കാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. എവിടെയെങ്കിലും റൈസൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ അതിലിട്ട് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനൊരു സാധ്യത കിട്ടിയില്ല. ഈ വമ്പൻ പ്രോജക്റ്റിൻ്റെ ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റംബാൻ ബസാർ വയഡക്റ്റ് ഉണ്ട്, ഒരു 1 കിലോമീറ്റർ. അത് ബസാറിനെ മാർക്കറ്റിനെ ബൈപ്പാസ് ചെയ്തിട്ടുള്ള ഒരു തൂണുകളുമുള്ള റോഡ്. പിന്നെ അത് റംസൂലുണ്ട് വേറൊരു വയഡക്റ്റ്, ഒരു 800 മീറ്റർ ദൂരത്തിൽ. പിന്നെ 83 ടണൽ. മലകൾ നമ്മളിടിക്കും തോറും മല കൂടുതൽ ഇടിഞ്ഞിങ്ങനെ വീഴും. അപ്പോൾ ഹിമാലയൻ മലകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ മലകളാണല്ലോ. അപ്പോൾ എന്താവോ, പക്ഷേ വികസനം ഭയങ്കരമാണ്. അവിടുത്തെ ജീവിക്കുന്നവരാണ്. പിന്നെയും ടണലിന് ഇപ്പോൾ ഒരു പുതുമയില്ലാണ്ടായി. എല്ലാ മലകളും തുറന്ന് ടണൽ ഉണ്ടാക്കിയേക്കാണ്. ഇതാ വയഡക്റ്റിൻ്റെ സ്പാനുകൾ ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട്. 1 കിലോമീറ്ററോളം ദൂരമുണ്ടത്. കൺസ്ട്രക്ഷൻ ബെൽറ്റൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. കുറച്ചും കൂടി നല്ല ഡീസൻ്റ് ആയിട്ടുള്ള മലകളൊക്കെ കണ്ടു തുടങ്ങി. ഇനി ശ്രീനഗർ 2 hours. ബനിഹാൽ ക്വാസിമുണ്ട് ടണൽ, അതും കൂടി കഴിഞ്ഞാൽ അത്യാവശ്യം ടണലുകൾ കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് ഈ പച്ചപ്പും ഹരിതാഭയൊക്കെ കണ്ട് വേഗം എത്താം ശ്രീനഗറിലേക്ക്. നമ്മൾ നേരെ ദാൽ തടാകത്തിൽ നിന്ന് ഹൗസ് ബോട്ടിൽ കയറുകയാണ്. ശരിക്കും നല്ല ഗ്രാമീണമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ചെമ്മരിയാടുകളും ആടുകളൊക്കെ ഉണ്ട്. മഞ്ഞ് മലകൾ കണ്ടു തുടങ്ങി. എന്തൊരു സന്തോഷം. അപ്പം നമ്മളങ്ങനെ തീച്ചൂടിന്ന് തണുപ്പിലേക്ക് അങ്ങനെ എത്തി. അവസാനം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ് നാവും അതിലിട്ടുള്ളൂ. പോലീസ് പിടിച്ചു. വേറെ പ്രശ്നമൊന്നുമല്ല. ആദ്യം ലൈസൻസ് നോക്കിയത് കഴിഞ്ഞപ്പോൾ നമ്പർ പ്ലേറ്റ് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ വലിയ ഓഫീസർ അവിടെ ഇരിക്കുകയാണ്, വണ്ടിയിലിരിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ എന്താവും, പ്രശ്നമാവും തോന്നണേ. അപ്പോൾ കടക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ജോൺസണും ചെല്ലുന്നുണ്ട്. ഇനി ഹിന്ദി വേണമെങ്കിൽ വിളിക്കട്ടെ, അപ്പോൾ ചെല്ലാം. അടിച്ചു ഗൈസ്, 3000 ഫൈൻ അടിച്ചു. നമുക്ക് സുരക്ഷാ പ്ലേറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ, ഹൈ സെക്യൂരിറ്റി പ്ലേറ്റ് ഇല്ലാത്തത് കാരണം നമ്മുടെ മറ്റേ ജമ്മു ആൻഡ് കാശ്മീർ ബാക്കിയുള്ളടത്തൊക്കെ നമ്മൾ കടത്തി കിട്ടും. പക്ഷേ ഇവിടെ അത് മാൻഡേറ്ററി ആണ്. ഇവിടെ കുറേ കാര്യങ്ങൾ നിർബന്ധം പിടിക്കണ്ടല്ലോ. അതിൻ്റെ കൂടെ ഇതും വളരെ അത്യാവശ്യമാണ്. പക്ഷെ ബാക്കിലത്തെ ഫോർച്യൂണറിൻ്റെ ഒക്കെ UP രജിസ്ട്രേഷൻ ഫോർച്യൂണറിൻ്റെ ഒക്കെ കൂൾ ഫിലിമൊക്കെ പറിച്ച് കളിക്കുന്നുണ്ട്. അവരെ കൊണ്ട് തന്നെ ഇരുത്ത് മാന്തി നല്ല കട്ടിയായിരിക്കും. അവരുടെ ഒരു ടിന്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് ലോ ക്വാളിറ്റി പോലെ തോന്നുന്നുണ്ട്. പക്ഷെ തൊടുമ്പോ തന്നെ കീറി വരുന്നുണ്ട്. നമ്മള് 7 days 3000 രൂപ. നല്ല വ്യൂ ഇട്ടോ നമുക്ക്. വ്യൂയോട് കൂടിയാണ് ഫൈൻ അടിച്ചത്. നമുക്ക് ഫോട്ടോ എടുക്കാം. അത് കാണുമ്പോ ഒരു സമാധാനം. നമ്മളൊന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിലത്തെ എമൗണ്ട് 2000 രൂപയാണ് ഫൈൻ അടിച്ചേക്കണത്. പക്ഷെ നമ്മളെ 3000 രൂപ മേടിച്ചു. 3000 ഫൈൻ തന്നെ പറഞ്ഞത്. തെറ്റിയതാണോ? പുള്ളിക്ക് ടൈപ്പ് ചെയ്തപ്പോ ടൈപ്പാണോ ഇനി? അതോ JNK പോലീസും പോക്കറ്റിലാക്കിയോ?
പിന്നെന്താ ഷൂ ശരിക്കും ഇടണം. അത് അൾട്രാവയലറ്റ് അടിക്കും. ഓട്ടയോ അതെ ഓട്ടയോ സ്ലിപ്പേഴ്സ് ഇടരുത് എനിക്ക് പറഞ്ഞു. നല്ല ഉപദേശങ്ങളൊക്കെ തന്നു. എക്സ്ട്രാ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആവട്ടെ. അല്ല ജമ്മു ആൻഡ് കാശ്മീരിൽ രക്ഷയില്ല. ബോംബെ പോലീസിനെ നമ്മൾ സോപ്പിട്ട പോലെ പറ്റിയില്ല. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. മഞ്ഞുമലകളും ഈ പച്ചപ്പും ഒക്കെ കണ്ട് നമുക്ക് ആ വിഷമം തീർക്കാം. എന്ത് സുന്ദരമായ ഒരു ദൃശ്യം. ശരിക്കും മനസ്സ് നിറയണ ഒരു സംഭവം. ഒരു ഗ്രാമീണമായിട്ട് ഒരു പാസ്റ്ററൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ യൂറോപ്പാണല്ലോ, നമ്മുടെ സ്വിറ്റ്സർലൻഡ് ആണല്ലോ കാശ്മീർ. പോപ്പുലർ ട്രീസ് ആണ് കാശ്മീരിലെ ഏറ്റവും അധികമുള്ള മരം. അതാണ് ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ നിന്ന് ഹൈവേനെ ഒരു ഗ്രീൻ ടണൽ പോലെ ആക്കി നിർത്തുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ഇങ്ങനെ പോപ്പുലർ ട്രീസ് കണ്ടാണ് പോണത്. പക്ഷെ ഇതിൻ്റെ ഒരു പോളൻ എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം വളരെ കോൺട്രവേഴ്ഷ്യലാണ് ഇതിൻ്റെ ഒരു സ്പ്രെഡ് ഇവിടുത്തെ. എന്തായാലും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കണ്ട് നമ്മൾ പോവാണ്. സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രീനഗർ സിറ്റിയിൽ നിന്ന് നമ്മൾ ദാൽ ലേക്കിലേക്കാണ് പോണത്. ഇവിടെയും കുറച്ച് റോഡ് വർക്കുകളൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ദാൽ ലേക്ക് സിറ്റിയുടെ ഡൗൺ ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. ഒരു 20 സ്ക്വയർ കിലോമീറ്റർ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ലേക്കാണ്. സിറ്റിയിലേക്ക് എത്തിയപ്പോൾ റോഡ് ഇത്തിരി മോശമായി, എന്നാലും വലിയ കുഴപ്പമില്ല. ജമ്മു കാശ്മീരിലേക്ക് കടന്നപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യം ഈ മിലിറ്ററി പ്രസൻസ് ആണ്. എല്ലായിടത്തും തോക്കുധാരികളായിട്ടുള്ളത് ആ മൂലയ്ക്ക് നിൽക്കുന്നുണ്ട്. എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു മിലിറ്ററി പ്രസൻസ് ഉള്ള സ്ഥലമാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണെന്നുള്ളത്. എപ്പോഴും അൺറസ്റ്റ് ഉള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും, പക്ഷേ പതിയെ ശീലമായിക്കോളും. അപ്പോൾ നമ്മൾ ദാൽ ലേക്കിന് ചുറ്റുമുള്ള ബുലവാർഡ് റോഡിലെത്തി. ഇതാ ആളുകൾ വിളിച്ചു തുടങ്ങി. നമ്മുടെ KL ബോർഡ് കാണുമ്പോൾ ടൂറിസ്റ്റുകളെന്ന് അറിയാലോ. ഈ ബുലവാർഡ് റോഡ് എന്ന് പറയുന്നത് ശ്രീനഗറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റോഡാണ്. ദാൽ ലേക്കിലെ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണാം. നമ്മളവരുടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് 15 കിലോമീറ്റർ ദാൽ ലേക്കിന് ചുറ്റും പോകുന്ന ഏറ്റവും തിരക്ക് പിടിച്ച വഴിയാണ്. അപ്പം നമ്മളുടെ പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആളെ വിളിച്ചു വരുത്താൻ നമ്മുടെ കയ്യിൽ ഫോണില്ല, നെറ്റ്വർക്കില്ല, ഒന്നുമില്ല. അപ്പോൾ ഗാർഡ് നമ്പർ 19 ആണ് നമ്മുടെ പിക്കപ്പ് പോയിന്റ്. നമ്മുടെ ഷിക്കാര വന്ന് എടുക്കുന്നത്. അത് ഈ ഓരോ ഹൗസ് ബോട്ടിനും കൃത്യമായി ഗാർഡ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 19 തപ്പിയെടുത്ത് അവിടെ നിൽക്കുന്ന ആരുടെയെങ്കിലും അവരുടെ ഫോണിൽ നിന്ന് വിളിപ്പിച്ച് നമുക്കൊന്ന് സെറ്റാക്കണം. അപ്പോൾ കാര്യം നടന്നു. നമ്മുടെ പുള്ളിക്കാരൻ ഇപ്പം എത്തും. നമുക്കിവിടെ പാർക്ക് ചെയ്ത് നമ്മുടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുക്കണം. കാരണം രാത്രി നമുക്ക് അവിടെയാണല്ലോ നിൽക്കേണ്ടത്. അപ്പോൾ ഇന്നത്തേക്കുള്ള സംഭവങ്ങളൊക്കെ എടുക്കണം. എന്നിട്ട് നമ്മുടെ ഷിക്കാരിയിൽ കയറി പോവാം. അപ്പോൾ സേഫായി ഇവിടെ കിടന്നുറങ്ങൂ ക്രിസ്റ്റ. ഞങ്ങൾ നേരെ ആ തടാകത്തിൻ്റെ അങ്ങേ അറ്റത്തൊരു ഹൗസ് ബോട്ടിലുണ്ടാവും. നല്ല വെതറാണ്, നല്ല ക്ലിയർ സ്കൈസ്, നല്ല സുന്ദരൻ മൗണ്ടൻസ്. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഡയമോക്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി. ഷിക്കാര പിക്കപ്പ് ദാ എത്തുന്നു. ഇത് ഓരോ ഹൗസ് ബോട്ട്സിനുള്ള ഷിക്കാര ഇങ്ങനെ ഒരേ ടൈപ്പാണല്ലോ. വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ് മോഡലാണ് ഇവിടുത്തെ ടൂറിസം. അപ്പോൾ നമ്മുടെ ഷിക്കാര എത്തി. അപ്പോൾ അതിലിനി കയറി നമുക്ക് ടെക്സസ് അവിടെയാണെന്നാണ് പറഞ്ഞത്, അങ്ങ് ദൂരെ. അപ്പോൾ അങ്ങോട്ട് പോകണം. റെഡിയല്ലേ? വലതുകാല് വെച്ച് അങ്ങനെ കയറിക്കോ. അപ്പോൾ നമുക്കിനി ദാൽ നദിയിലെ കാഴ്ചകളും ഷിക്കാര റൈഡ് ഹൗസ് ബോട്ട് കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫ്രം FTT. സ്റ്റേ ട്യൂൺഡ്.